ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 10th അതായത് പുതിയ ടെക്സ്റ്റ് ബുക്ക് 9th പുതിയ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി, ഉത്തരപർവ്വത മേഖല, അങ്ങനത്തെ ഉത്തരമഹാസമതലത്തിൻ്റെയൊക്കെ ക്ലാസ് ചെയ്തിരുന്നു. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 9th ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ 7ാമത്തെ ചാപ്റ്ററാണ് മണലാരണ്യത്തിലൂടെ. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിഗ്രി ലെവൽ എക്സാംസുകൾക്ക് കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ 10th ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലത്തെ 10th ഒരു ചാപ്റ്റർ ആയിരുന്നു വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒറ്റ ചാപ്റ്ററിനെയാണ് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 5 ചാപ്റ്റർ ആയിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അത്രയ്ക്ക് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. ഇനിയുള്ള ഡിഗ്രി മെയിൻസ് എക്സാമുകൾക്ക്, പ്രിലിംസ് എക്സാമുകൾക്കൊക്കെ ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മുടെ 10th മെയിൻസിനും ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ആടുജീവിതത്തിലെ ജസ്റ്റ് ഒരു കോട്ടിങ്ങാ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ബെന്യാമിൻ ആടുജീവിതം. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആരാണ് ആടുജീവിതം എന്ന കൃതി എഴുതിയത്? ബെന്യാമിനാണ്. പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. എന്താണ്? തൊഴിൽ തേടി മധ്യേഷ്യയിലെത്തുകയും പിന്നീട് ഒരു മരുഭൂമിയിൽ അകപ്പെട്ട് ദീർഘനാൾ അവിടെ താമസിക്കാൻ നിർബന്ധിതനായ ഒരു യുവാവിന്റെ ജീവിതമാണ് നോവലിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇനി മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് മരുഭൂമി എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, മരുഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ? മരുഭൂമി ഈ കാണുന്നതിനെയാണ് നമ്മൾ മരുഭൂമി എന്ന് നമ്മുടെ മനസ്സിലേക്കുള്ളത്. പക്ഷേ അത് മാത്രമല്ല മരുഭൂമി എന്ന് പറയുന്നത്, അല്ലെ? എന്താണ് മരുഭൂമി? അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. 25 സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. നിങ്ങളിത് എഴുതി തന്നെ നോട്ട് ഉണ്ടാക്കി തന്നെ പഠിക്കണം. എന്താണ് പറയുന്നത്? നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ PDF ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. ചോക്ക്ബോർഡ് സ്റ്റോറീസ് നമ്മുടെ ഒന്നെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അതിന്റെ ലിങ്ക് ഉണ്ടാകും. നിങ്ങൾ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് ബുക്കിന്റെ PDF ഞാൻ ഇട്ടിരിക്കാം. അപ്പൊ എന്താ പറയുന്നത്? 25 സെന്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെ പറയുന്ന പേരാണ് മരുഭൂമികൾ എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മരുഭൂമികൾ താഴെ തന്നിരിക്കുന്നതിൽ മരുഭൂമികളുമായിട്ട് യോജിക്കുന്ന പ്രസ്താവന ഏത്? 25 സെന്റിമീറ്ററിലും താഴെ, 10 സെന്റിമീറ്ററിലും താഴെ എന്നൊക്കെ പറഞ്ഞു തരാം. ഇനി നോക്കിക്കേ, അപ്പൊ എന്താണ് നമ്മുടെ മനസ്സിലേക്ക്? എന്താ? രാജസ്ഥാൻ മരുഭൂമി അല്ലേ? വിശാലമായിട്ട് മണൽപ്പരപ്പിലും ചുട്ടുപൊള്ളുന്ന, ഈ ആടുജീവിതം സിനിമ കാണുന്ന പോലെ ചുട്ടുപൊള്ളുന്ന ആ ഒരു ഇത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ മരുഭൂമി എന്ന് പറയുന്നത്. പക്ഷേ എന്തും കൂടിയുണ്ട്, ഒരു ശീത മരുഭൂമിയുണ്ട്. അതായത് 2 പ്രദേശങ്ങളെയാണ്. എന്താണ്? മരുഭൂമികൾ പൊതുവെ 2 തരമുണ്ട്. ഏതൊക്കെയാണ്? ശീത മരുഭൂമിയുമുണ്ട്, ഉഷ്ണ മരുഭൂമിയുമുണ്ട്. ശീത മരുഭൂമി, ഉഷ്ണ മരുഭൂമി. ധ്രുവപ്രദേശങ്ങളിലും മിത ശീതോഷ്ണ പ്രദേശങ്ങളിലും പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെയാണ് ശീത മരുഭൂമി എന്ന് പറയുന്നത്. അപ്പൊ എവിടെയൊക്കെയാണ്? ധ്രുവപ്രദേശങ്ങളില്, മിത ശീതോഷ്ണ പ്രദേശങ്ങളില്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെ പറയുന്ന പേരാണ് ശീതമരുഭൂമി. നെക്സ്റ്റ് നോക്കാം. പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ എന്താണ്? വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്നതും വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളെയാണ് ഉഷ്ണ മരുഭൂമി എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും? രാത്രി താപം എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ എന്താണ്? 15 ഡിഗ്രി നമുക്കറിയാം, ഇതാണ് 0 ഡിഗ്രി അക്ഷാംശം. ഇങ്ങോട്ടേക്ക് പോകുമ്പോഴും എന്താണ്? ഇത് ഇവിടെ മുതൽ 15 മുതൽ 30 വരെയുള്ള സ്ഥലങ്ങൾക്കിടയിലാണ് എന്ത്? വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ അവിടെ പ്രതീക്ഷിക്കാം. എന്താണ്? ഉഷ്ണ മരുഭൂമികളിൽ പകൽ താപനില കൂടുതലാണ്, രാത്രി താപം കുറവാണ്, 15 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനെയാണ് നമ്മൾ ഉഷ്ണ മരുഭൂമി എന്ന് പറയുന്നത്. മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. ഡെസേർട്ട് സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക. ഡെസേർട്ട്, ഓക്കെ, DESERT ആണ്. ഡെസേർട്ടം എന്ന വാക്ക് ലാറ്റിൻ പദത്തിൽ നിന്നാണ്. എന്താണ് അതിന്റെ മീനിങ്? ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം. മരുഭൂമികളെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? എറേമോളജി. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. എന്താണ്? മരുഭൂമികളെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് എറമോളജി. എറമോളജി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്, താഴെ തന്നിരിക്കുന്നതിൽ മരുഭൂമികളെ പറ്റിയുള്ള പഠനം ഏത്? അല്ലെങ്കിൽ എറമോളജി എന്നത് എന്തിനെ പറ്റിയുള്ള പഠനമാണെന്നൊക്കെ
പറഞ്ഞ് ചോദിക്കാം. അപ്പൊ മരുഭൂമി എന്താണ്? മരുഭൂമികളെ പറ്റിയുള്ള പഠനമാണ് എറമോളജി. ഡെസേർട്ടം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം അല്ലെ. നമുക്ക് എന്താണ്, മരുഭൂമിയിൽ പോയിട്ട് നമുക്ക് വീട് വെച്ച് താമസിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതേപോലെ ശീത മരുഭൂമി ആയിക്കോട്ടെ, ഭയങ്കര തണുപ്പായിരിക്കും, അവിടെയും നമുക്ക് എന്താണ്, അപ്പൊ എന്താ, അത് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലമാണ്, എല്ലാവരാലും കൈയൊഴിഞ്ഞ സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഡെസേർട്ട് എന്ന വാക്ക് ഉണ്ടായത്. ഉഷ്ണമരുഭൂമികളിൽ ദൈനിക താപാന്തരം എന്താണ്? വളരെ കൂടുതലാണ്. ഉഷ്ണമരുഭൂമികളിൽ രാവിലെ എന്താണ്, പകൽ ചൂട് ഭയങ്കര കൂടുതലായിരിക്കും. ഇനി ഇന്ത്യയിലും വിശാലമായ ഒരു ഉഷ്ണമരുഭൂമി ഉണ്ട്. ഏതാണ്? ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ എന്താണ്, ഥാർ മരുഭൂമി. എന്താണ്? ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അല്ലെങ്കിൽ ഥാർ മരുഭൂമി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന ഥാർ മരുഭൂമിയുടെ സവിശേഷതകളാണ്. ഓക്കെ, അതായത് എന്തൊക്കെയാണ് ഥാർ മരുഭൂമിയുടെ അതിർത്തികൾ പറയുകയാണ്. വടക്ക് പടിഞ്ഞാറായിട്ട് എന്തുണ്ട്? സത്ലജ് നദീതടമുണ്ട്. അപ്പൊ ഇവിടെ ഥാർ മരുഭൂമിയാണെങ്കിൽ ഇവിടെ പടിഞ്ഞാറ് സിന്ധു നദീതടം, ഇവിടെ സത്ലജ് നദീതടം വരുന്നുണ്ട് വടക്ക് പടിഞ്ഞാറായിട്ട്. പിന്നെ എന്താണ്, ഇവിടെ കിഴക്കായിട്ട് ഒരു ആരവല്ലി പർവ്വതം വരുന്നുണ്ട്. പിന്നെ ഇവിടെ റാൻ ഓഫ് കച്ച് വരുന്നുണ്ട്. ഇങ്ങനെ 4 അതിരുകളാണ് പറയുന്നത്. ഈ പറയുന്നത് കണ്ടോ, വടക്ക് പടിഞ്ഞാറായിട്ട് സത്ലജ് നദീതടം വരുന്നുണ്ട്. ഇനി പടിഞ്ഞാറ് ഭാഗത്തായിട്ട് എന്താണ്, സിന്ധു നദീതടം വരുന്നുണ്ട്. ഇനി ഇവിടെ എന്താണ്, റാൻ ഓഫ് കച്ച് വരുന്നുണ്ട്. ഇവിടെ എന്താണ്, ആരവല്ലി നിരകൾ. ഇങ്ങനെ 4 അതിരുകളാണ് ആർക്കുള്ളത്? ഥാർ മരുഭൂമിക്കുള്ളത്. അപ്പൊ അങ്ങനെ തന്നെ ചോദിക്കാം, ഥാർ മരുഭൂമിയുടെ അതിരുകൾ കറക്റ്റ് ആയത് ഏത്, തെറ്റായത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ ആ ഫിഗർ ഒന്നും മനസ്സിലുണ്ടാകുക. എന്തൊക്കെയാണ്? സത്ലജ്, ആരവല്ലി, റാൻ ഓഫ് കച്ച്, സിന്ധു. നിങ്ങൾ ജോഗ്രഫി പഠിക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, പിക്ചേഴ്സിനെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ആ പിക്ചേഴ്സ് ഇതേ കിടക്കുന്നു, നമ്മുടെ എന്താണ് നമ്മൾ പഠിക്കുന്നതല്ലേ, ഉപദ്വീപീയ പീഠഭൂമി ഇതേ കിടക്കുന്നു. ഇവിടെയാണ് ഡെക്കാൻ പീഠഭൂമി ഉള്ളത്. ഇവിടെയാണ് എന്തുള്ളത്, നമ്മുടെ പൂർവ്വഘട്ടമുള്ളത്. ഇവിടെയാണ് എന്തുള്ളത്, നമ്മുടെ ഇത് പശ്ചിമഘട്ടം, ഇതെന്താണ്, പൂർവ്വഘട്ടം. കണ്ടോ, പൂർവ്വഘട്ടത്തിന്റെ സവിശേഷതകൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. ഇവിടെ എന്താണ്, വീതി കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. ഇനി ദേ കിടക്കുന്നു ഉത്തരേന്ത്യ മഹാസമതലം, ദേ കിടക്കുന്നു ഉത്തരപർവ്വത മേഖല. അതേപോലെ ഇവിടെയാണ് എന്തുള്ളത്, വിന്ധ്യ പർവ്വതം. ഇവിടെ എന്തുണ്ട്, സത്പുര പർവ്വതമുണ്ട്. ഇവിടെയുണ്ട് നർമ്മദ, താപ്തി നദികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഈ ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്കൊരു ഐഡിയ കിട്ടും ജോഗ്രഫിയിലേക്ക് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട്. നോക്കാം നമുക്ക്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ്. അപ്പൊ ഥാർ മരുഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത് എത്രയാണ്? ഏകദേശം 2 ലക്ഷത്തോളം ഉണ്ട്. അതിൽ 1.25 ലക്ഷവും നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യയിൽ ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി ഭാഗം ഹരിയാനയുണ്ട്, പഞ്ചാബുണ്ട്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നു. അപ്പൊ നമുക്ക് പഠിക്കണം, ഥാർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും കൂടുതലുള്ളത് രാജസ്ഥാൻ. ഓക്കെ, പിന്നെ ഏതൊക്കെയുണ്ട്? 2 ഹരിയാന, 3 ഏതാണ്? പഞ്ചാബ്. രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്. 4 ഏതാണ്? ഗുജറാത്ത്. ഇങ്ങനെ 4 സംസ്ഥാനങ്ങളിലായിട്ടാണ് ഥാർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും ഥാർ മരുഭൂമിയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്നുണ്ട്. പാകിസ്ഥാനിലും ബാക്കിയുണ്ടെന്ന്. ഥാർ മരുഭൂമിയുടെ സ്ഥാനം, വ്യാപ്തി എന്നിവ മനസ്സിലാക്കിയല്ലോ. ഇനി എന്താണ് ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിനിടയായ സാഹചര്യങ്ങളാണ് പറയുന്നത്. രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നമ്മൾ പറഞ്ഞു, രാജസ്ഥാന്റെ ആ ഒരു സ്ഥലത്തല്ലേ ഏറ്റവും കൂടുതൽ ഥാർ മരുഭൂമി ഉള്ളത് രാജസ്ഥാനിലാണ്. അപ്പൊ രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ എന്താണ്? മഴ തീരെ കുറവാണ്. ഓക്കെ, ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത്, അതായത് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ എന്തുകൊണ്ടാണ് മഴ കുറവ് എന്ന് പറയുകയാണ്. ഇന്ത്യയിൽ പ്രധാനമായും മഴ കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ്. അപ്പൊ എവിടെയാണ് ഇന്ത്യയിലെ പ്രധാനമായും ഇന്ത്യയിലെ മഴയുടെ കാരണമായത് ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇവിടെ നിന്ന് വരുന്നത്. തെക്ക് പടിഞ്ഞാറ്, ഇതാണ് തെക്ക്, ഇതാണ് പടിഞ്ഞാറ് അല്ലെ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ എന്തുണ്ട് കൂടുതലായിട്ട് മഴ കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ അറബിക്കടൽ ശാഖ അരാവല്ലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിലേക്ക്, അതായത് ഇങ്ങനെ വരുവാണ് കാറ്റ്
അല്ലെ. ഇവിടെ നമുക്കൊരു ആരവല്ലി പർവ്വതമുണ്ട്. ഇതിങ്ങനെ ഇതുവഴി ഇങ്ങനെ വീശിപ്പോകും. അപ്പൊ ഇങ്ങോട്ടേക്കുള്ള രാജസ്ഥാനിലേക്ക് കാറ്റെത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ലഭിക്കില്ല? മഴയും ലഭിക്കില്ല. അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ, പ്രത്യേകിച്ചും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ എന്തുകൊണ്ടാണ് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ മഴ ലഭിക്കുന്നില്ല എന്നാണ് അവരാ പറയുന്നത്. അതായത് മെയിൻ ആയിട്ട് നമ്മുടെ എന്താണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അപ്പൊ പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റ് ആണത്. ഇന്ത്യയിൽ പ്രധാനമായും മഴക്ക് കാരണമായത് ഏത് കാറ്റാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഇങ്ങനെ വന്നിട്ട് അറബിക്കടലിന്റെ ശാഖയുമായി വന്ന് അത് ആരവല്ലി പർവ്വതത്തിന്റെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ സമാന്തരമായിട്ട് കടന്നു പോകും. സ്വാഭാവികമായിട്ടും അതിന്റെ അപ്പുറത്തേക്കുള്ള രാജസ്ഥാനിലേക്ക് ഇത് കടക്കുന്നില്ല. അതുകൊണ്ടാണ് രാജസ്ഥാനിൽ സ്വാഭാവികമായിട്ടും മഴ കുറയുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതി. ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വതങ്ങൾ തടഞ്ഞു നിർത്തുന്നു. അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കില്ല. അതായത് ഇപ്പുറത്തുനിന്ന് വരുന്ന കാറ്റുകളും പറയുകയാണ്, ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നുമുണ്ട്, അറബിക്കടൽ ശാഖയിൽ നിന്നുണ്ട്. അത് വന്നിട്ട് എന്ത് ചെയ്യും? ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായിട്ട് വന്നിട്ട് ആരവല്ലി പർവ്വതത്തിന്റെ അടുത്തുകൂടി അതങ്ങ് കടന്നു പോകും. അപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ഇവിടെ ഹിമാലയ പർവ്വതമുണ്ട്, ഇവിടെ എന്തുണ്ട്? ആരവല്ലി ഉണ്ട്. ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വീശിപ്പോകും. അപ്പോഴും ഇപ്പുറത്ത് കിടക്കുന്ന രാജസ്ഥാനിലേക്ക് ഇത് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് രാജസ്ഥാനിൽ ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കാത്തതിനുള്ള റീസൺ ആണ് പറയുന്നത്. അതുപോലെ ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം ഇതേ അന്തരീക്ഷ സ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഊഷര മണലാരണ്യമായി മാറും. ഇതെല്ലാമാണ് ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിനിടയായ കാരണങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ്? ബാഷ്പീകരണ തോത് കുറയുന്നതും വരണ്ട കാറ്റും, എന്താണ് വരണ്ട കാറ്റ്, ബാഷ്പീകരണ തോത് കുറയുന്നത്, പിന്നെ അതേപോലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ആരവല്ലി പർവ്വതത്തിന്റെ അതിന്റെ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വതം കടന്നു പോകുന്നതും അതിന്റെ ബംഗാൾ ശാഖ ഹിമാലയ പർവ്വതം വഴി ആരവല്ലി പർവ്വതം കടന്നു പോകുന്നതും ഒക്കെ കാരണം ഈ ഒരു പ്രദേശം ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അങ്ങോട്ടേക്കും ഈ കാറ്റുകൾ ഒന്നും തന്നെ ചെല്ലുന്നില്ല. സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ലഭിക്കില്ല? മഴ ലഭിക്കില്ല. അങ്ങനെയാണ് അല്ലെ, കുറേ നാൾ മഴ ലഭിക്കാതിരുന്നാൽ ഏതൊരു പ്രദേശവും എന്തായി പോകും? അത് ഒരു മരുഭൂമിക്ക് തുല്യമായിട്ട് മാറും. ഓക്കെ, ഇനിയാണ് ഭൂമിശാസ്ത്ര. ഇനി ഈ ഒരു പോയിന്റ് നിങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്, അതായത് നമ്മുടെ 2024 ആദ്യമായിട്ട് നടത്തിയ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു തന്നിരിക്കുന്നത്. ഗ്രാനൈറ്റ് എന്താണ്? ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ഭൗമ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് മാഗ്മ ഭൗമ അന്തർഭാഗത്ത് വെച്ച് തന്നെ തണുത്തുറഞ്ഞു രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളെയാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം എന്താണ്, ഭൂമിയുടെ ലാവയും മാഗ്മയൊക്കെ ഉണ്ടല്ലോ, ആ സാധനം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭൂമിയുടെ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? ഭൂമിയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യും? അത് തണുത്തു പോകും. അങ്ങനെ ഉണ്ടാകുന്ന ശിലകളെ പറയുന്ന പേരാണ് എന്ത്? ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. നൈസ് എന്താണ്? നൈസ് ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്നതാണ് നൈസ്. അപ്പൊ ഗ്രാനൈറ്റ് തന്നെയാണ് നൈസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഗ്രാനൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നല്ല താപത്തിലും നല്ല മർദ്ദവും വരുമ്പോഴേക്കും അതിന് രൂപമാറ്റം സംഭവിക്കും. അങ്ങനെ ഉണ്ടാകുന്ന സാധനമാണ് നൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഷിസ്റ്റ്. എന്താണ് ഷിസ്റ്റ്? മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ചു ഉണ്ടാകുന്നതെയാണ് എന്ത്? ഷിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളെ അറിയപ്പെടുന്ന പേരാണ് ഷിസ്റ്റ്. അപ്പൊ ചോദിക്കാൻ നമ്മളോട് ചിലപ്പോ എന്താണ്? ഗ്രാനൈറ്റ് ശിലകൾക്ക് ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലയുടെ പേരെന്ത്? എന്താണ്? നൈസ് ആണ്. അവസാദ ശിലകൾക്ക് കായാന്തരീകരണം, അതായത് ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾ വഴി ഉണ്ടാകുന്നതാണ് എന്ത്? ഷിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ബോക്സുകളൊന്നും നിങ്ങൾ വിട്ടുപോകരുത്. എവിടെയെങ്കിലും എഴുതി വെച്ചത് പഠിച്ചേ പോകാവുള്ളൂ പരീക്ഷയ്ക്ക്. ഭൂമിശാസ്ത്രപരമായി അപ്പൊ നമ്മൾ ഥാർ മരുഭൂമി പറഞ്ഞു. ഥാർ മരുഭൂമിയെ രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് എന്ത്? മരുസ്ഥലി അഥവാ എന്താണ്? വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല. എന്താണ്? മരുസ്ഥലി എന്ന് പറയും. മരുസ്ഥലി. പിന്നെ എന്താണ്? രാജസ്ഥാൻ ബാഗർ അഥവാ അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സ്ഥലം. മരുസ്ഥലിയും രാജസ്ഥാൻ ബാഗറും എങ്ങനെ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഥാർ മരുഭൂമിയെ തിരിക്കുന്നുണ്ട്.
ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓരോന്നും പഠിക്കാം. എന്താണ് മരുസ്ഥലി എന്ന് പറഞ്ഞാൽ? ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പുകളെയാണ് മരുസ്ഥലി എന്ന് പറയുന്നത്. അവിടെ കാണുന്നതാണ് എന്ത്? ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് ഒക്കെ. ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായി കണക്കാക്കുന്നു. ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 200 മുതൽ 250 മീറ്റർ വരെയാണ്. പൊതുവെ മരുസ്ഥലിയുടെ കിഴക്കുഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ്. ഇത്തരം മണൽക്കൂനുകൾ പ്രാദേശികമായി എന്താണ് അറിയപ്പെടുന്നത്? ദ്രിയാൻ എന്നാണ് അറിയപ്പെടുന്നത്. ദ്രിയാൻ എന്താണ്? അപ്പൊ ദ്രിയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം എന്താണ്? പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്. നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഇങ്ങനെ മണൽക്കൂന ഉണ്ടാവും, കുറച്ചു നേരം കഴിയുമ്പോൾ ആ മണൽക്കൂന ഇങ്ങോട്ട് മാറും. ഇങ്ങനെ അതായത് സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകളെയാണ് എന്ത് പറയുന്നത്? ദ്രിയാൻ എന്ന് പറയുന്നത്. ദ്രിയാൻ. ഓക്കെ, ഇനിയാണ് പറയുന്നത് രാജസ്ഥാൻ ബാഗർ. രാജസ്ഥാൻ, അപ്പൊ നമ്മൾ മരുസ്ഥലി പറഞ്ഞു, ഇനി എന്താണ്? രാജസ്ഥാൻ ബാഗറാണ്. ആരവല്ലി പർവ്വതനിര വരെ വ്യാപിച്ചു കിടക്കുന്ന ധാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഈ പ്രദേശമാണ് എന്ത്? രാജസ്ഥാൻ ബാഗർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ആരവല്ലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. ഇത് റോഹി എന്നറിയപ്പെടുന്ന ഇവിടത്തെ ഫലഭൂഷിതമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിൽ ഒഴുകുന്ന ഇവിടത്തെ പ്രധാന നദിയാണ് ലൂണി. പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ്. ഓക്കെ, ലൂണി നദിയുടെ വടക്കുള്ള മണൽ പരപ്പ് താലി എന്നറിയപ്പെടുന്നത്. ഈ പേരൊക്കെ പഠിക്കണം കേട്ടോ. ഈ ദ്രിയാൻ, അതേപോലെ കണ്ട് ഇവിടെ പറയുന്ന രോഹി എന്നറിയപ്പെടുന്നതെന്നും അതേപോലെ താലി എന്ന് പറയുന്നതും ഇതൊക്കെ എന്താണ്? പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫാക്ട്സ് മാത്രമാണ്. പഴയ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇതൊന്നും പറയുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഇങ്ങനത്തെ ഫാക്ട്സ് ഒക്കെ വിട്ടുപോകാതെ പഠിക്കണേ. അപ്പൊ എന്താ പറയുന്നത്? രാജസ്ഥാൻ ബാഗറാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്? അർദ്ധവരണ്ട മേഖലയാണ്. ഓക്കെ, അതായത് പൂർണ്ണമായിട്ടും വറ്റി വരണ്ടല്ല, അവിടെ കുറച്ച് നദികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ പ്രദേശം അതായത് ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ഈ പറയുന്ന ആരവല്ലി പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്. ഇതെന്താണ്? രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂഷ്ഠിതമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നുണ്ട്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലെ പ്രധാന നദിയാണ് എന്ത്? ലൂണി നദി. ഈ ലൂണി നദി എന്ന് പറയുന്നത് എപ്പോഴുമല്ല, കാലികമായിട്ട് മാത്രമേ എന്തുണ്ടാകുന്നുള്ളൂ? നീരൊഴുക്കുണ്ടാകുന്നുള്ളൂ. ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? താലി. താലിയാണ് ലൂണിയുടെ വടക്കുള്ള മണൽപ്പരപ്പ്. കണ്ടോ, ലൂണിയിലെ കൃഷിയിടമാണ്. നമുക്കറിയാം, വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെയാണെങ്കിലും കൃഷി ചെയ്യാനായിട്ട് പറ്റും. ലൂണി നദി നോക്കാം നമുക്ക്. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്കുണ്ടാവാറുള്ളൂ. ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് പോഷക നദികൾ. ഈ പേരുകൾ പഠിക്കണം. കാര്യം എന്താണ്? ലൂണിയുടെ പോഷക നദികൾ താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം, അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലൂണി, ലിൽറി, സുക്രി, ജവായി. നമ്മൾ അധികം കേൾക്കാത്ത പേരുകളാണ്. ലൂണിയുടെ പോഷക നദികളാണ് ലിൽറി, സുക്രി, ജവായി. ഉപ്പ് നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന് പേര് ലഭിച്ചത്. ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി എവിടെ എത്തുന്നുണ്ട്? റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ലൂണി നദിയെ പറ്റിയാണ് പറയുന്നത്. അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതത്തിൽ നിന്നാണ് ലൂണി ഉത്ഭവിക്കുന്നത്. മഴക്കാലത്ത് മാത്രമാണ് ഈ നദിയിൽ നീരൊഴുക്കുണ്ടാവാറുള്ളൂ. ലിൽറി, സുക്രി, ജവായി പ്രധാന പോഷക നദികളാണ്. ലവണവാരി, ഉപ്പു നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഇതിന് പേര് ലഭിച്ചത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കിക്കേ. രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് സാമ്പാർ തടാകം. നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് അല്ലെ. ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമാണ് സാമ്പാർ തടാകം. അപ്പൊ സാമ്പാർ തടാകം എന്താണ്? ഉപ്പ് തടാകമാണ്. ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ചാക്കാലത്ത് ഗണ്യമായി എന്താണ്? ചുരുങ്ങുന്നുണ്ട്. ദിദ്വാന, സർഗോള്, കാത്തു എന്നിവയാണ് മറ്റു പ്രധാന തടാകങ്ങൾ. ദിദ്വാന,
സർഗോൾ കാത്തു. ഈ തടാകങ്ങളെ ഉപ്പുൽപാദനത്തിനായാണ് വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നത്. നോക്കാം, ഥാർ മരുഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണിവ. ഇത്തരം ഭൂരൂപങ്ങളാണ് ഉഷ്ണ മരുഭൂമിയിൽ എന്താണ് സാധാരണമായിട്ട് കാണുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. അപവഹന ഗർത്തങ്ങൾ, പിന്നെ എന്താണ് ഗുഹകൾ, പിന്നെയുള്ളത് കൂൺശിലകൾ, പിന്നെയുള്ളത് എന്താണ് മണൽമേടുകൾ. അപ്പൊ എന്താണെന്ന് നോക്കാം നമുക്ക്. നോക്കിക്കേ, കാറ്റിനാൽ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെട്ട ഉഷ്ണ മരുഭൂമികൾ പതിവ് കാഴ്ചയാണ്. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണലിനെ ഇളക്കി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഇത്തരം കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയാണിത് അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒരേ ദിശയിൽ കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപം കൊള്ളാറുണ്ട്. ഇവയാണ് എന്താ അപവഹന ഗർത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അപവഹന ഗർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് ഇത്രയുള്ള സംഭവം മരുഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ മരുഭൂമി ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാറ്റ് വീശി വീശി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്ത് നിന്നുള്ള മണ്ണിനെ മൊത്തത്തിൽ എടുത്തിട്ട് അങ്ങ് പോകും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ടും അവിടെ ഒരു കുഴി ഉണ്ടാകും, അഥവാ ഡിഫ്ലേഷൻ. ഹോളോ മീൻസ് എന്താണ്, ഹോളോ അല്ലേ എന്ന് പറയുന്നത്. തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയയിലൂടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകളും രൂപപ്പെടാറുണ്ട്. ഓക്കെ, ഇനി എന്താണ് നോക്കാം നമുക്ക്. ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും ഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തിയായി ഉരസുന്നു. ഇത്തരം ശിലകൾക്ക് തേയ്മാനം ഉണ്ടാകുകയും അപരദന പ്രക്രിയയെ അപഘർഷണം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അപവഹനം പറഞ്ഞു, എന്താണ് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതിനെയാണ്. അപ്പൊ എന്ത് ചെയ്യും, ഈ പറയുന്ന ഈ കാറ്റിന്റെ അകത്ത് കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകുമല്ലോ, ഈ മണൽത്തരികൾ ഈ വലിയ ശിലകളിലൊക്കെ ഉരസി എന്ത് സംഭവിക്കും, ഘർഷണം മൂലം ഈ വലിയ കല്ലുകളിലൊക്കെ തേയ്മാനം സംഭവിക്കുന്നു. അതറിയപ്പെടുന്ന പേരാണ് അപഘർഷണം എന്നുള്ളത്. കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അതിനാൽ മരുഭൂമിയിലെ ശിലകളിൽ അപഘർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപഘർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇപ്പൊ ഇങ്ങനെയാണ് ഒരു കല്ല് കിടക്കുന്നത് വെക്ക്, ഏകദേശം ഇത്രയും ഭാഗം വരെ നമ്മുടെ കാറ്റെത്തുന്നുള്ളൂ, മണൽത്തരികൾ എത്തുന്നുള്ളൂ. ഇതെന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ വീശി ഇതിങ്ങനെ ഈ കല്ലിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് തേയ്മാനം സംഭവിച്ച് ഇതിങ്ങനെ ഇവിടുന്ന് തെഞ്ഞ് ഇങ്ങനെയായിട്ട് മാറും. ഇതിനെയാണ് എന്താ, അതായത് കൂണ് പോലെ ആയിട്ട് വരും ഈ കല്ല്. അങ്ങനെയാണ് കൂൺശിലകൾ എന്ന് പറയുന്നത്. ദീർഘകാലത്തെ അപരദന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ എന്ത് ചെയ്യുന്നത്, സൃഷ്ടിക്കപ്പെടുന്നത്. കാലാന്തരത്തിൽ കൂൺശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായി വ്യത്യസ്ത ആകൃതികൾ കൈവരിക്കാറുണ്ട്. ഇനി കാറ്റ് അതിന്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലിപ്പത്തിലുള്ള മണൽത്തരികളെ നീക്കം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴേക്ക് വീഴുന്നു. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലിപ്പത്തിലും നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇവയാണ് എന്താ, മണൽമേടുകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് മണൽമേടുകൾ? കണ്ടോ, അത് ഈ കാണുന്നതാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, അപവഹന ഗർത്തങ്ങൾ എന്താന്ന് പറഞ്ഞു. അതായത് എന്താണ്, മരുഭൂമിയിലെ മണ്ണിനെ എന്ത് ചെയ്യുന്നുണ്ട്, വലിച്ചെടുത്തുകൊണ്ട് പോയി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോസസ്സ് നടക്കുമ്പോഴേക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുഴി ഉണ്ടാകുന്നുണ്ട്. ആ കുഴികൾ അങ്ങനെ വീണ്ടും ഉണ്ടാകുന്ന ആ കുഴികളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, ഗുഹകൾ ഉണ്ടാകുന്നത്. പിന്നെ കൂൺശിലകൾ പറഞ്ഞു, മണൽമേടുകളും പറഞ്ഞു. ഓക്കെ, ഇനി മണൽമേടുകളുടെ വ്യത്യസ്തതയാണ് പറയാൻ പോകുന്നത്. മരുഭൂമിയിൽ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട്. കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയാൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽ കൂനകളാണിവ. ഥാർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധ തരം മണൽമേടുകളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. എന്താണ് അപ്പോൾ ഇതിന്റെ പേരൊന്ന് പഠിച്ചു വെക്കണേ. ബർക്കൻസ് മണൽമേടുകളാണ്. എന്താണ്, ചന്ദ്രക്കലാകൃതിയിലുള്ള മണൽമേടിനെ അറിയപ്പെടുന്ന പേരാണ് എന്താ, ബർക്കൻസ്. പരാബോളിക് മണൽമേടുകൾ, കണ്ട പരാബോള എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് പരാബോള. കണ്ട ഇങ്ങനെ പരാബോളിക് മണൽമേടുകൾ. പിന്നെ എന്താണ്, സീഫുകൾ, അനുദൈർഘ്യ മണൽമേടുകൾ, വിലങ്ങൻ മണൽമേടുകൾ, പിന്നെ എന്താണ്, രേഖീയ മണൽമേടുകൾ, വിലങ്ങൻ. കണ്ടോ, ഇതെല്ലാത്തിന്റെയും പേരൊന്ന് പഠിച്ചു വെക്കണം. നിങ്ങൾ ഈ പേരുള്ളത് ഒന്ന് വൃത്തിക്ക് പഠിക്കണേ. ബർക്കൻസ് ചിലപ്പോൾ ചോദിക്കാം, താഴെ തന്നിരിക്കുന്നവയിൽ മണൽമേടിന് ഉദാഹരണം ഏതെന്നൊക്കെ പറഞ്ഞിട്ട് തരാം. ബർക്കൻസ്, സീഫുകൾ, കണ്ട ബാക്കിയൊക്കെ മണൽമേടുകൾ എന്നുള്ള പേരും കൂടി കൂട്ടത്തിലുണ്ട്. ഓക്കെ,
ഇനി എന്താണ്, അതായത് ഈ പറഞ്ഞ ഇത്രയേ ഉള്ളൂ സംഭവം. മണൽ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ മണലിനെ നമ്മളിങ്ങനെ കൊണ്ടുപോവാണ്. കാറ്റ് നല്ല ശക്തിയിൽ വീശുമ്പോൾ മണൽ ഇങ്ങനെ പോയി 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 പെട്ടെന്ന് ശക്തി കുറഞ്ഞു വന്നാൽ എന്ത് സംഭവിക്കും, ഇത്തിരി വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, താഴേക്ക് അങ്ങ് വീഴും. അപ്പൊ അത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൂന പോലെയോ പല പല ആകൃതിയിൽ അങ്ങ് ഫോം ചെയ്യും. നോക്ക്, മരുഭൂമികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം എന്താണ്, വരണ്ട് കിടക്കുന്ന അല്ലെ, വരണ്ട് ഈ ഒരു സംഭവം ഇത്രയും നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ. ഇനി എന്താണ്, അവിടെ എന്തുണ്ട്, കൃഷികളുണ്ട്, മരുപ്പച്ചകൾ. എന്താണ് മരുപ്പച്ച എന്ന് നോക്കാം നമുക്ക്. മരുഭൂമി പ്രദേശത്ത് ശുദ്ധജല സ്രോതസ്സിലൂടെ രൂപപ്പെടുന്ന ഫലഭൂഷ്ടമായ പ്രദേശമാണ് എന്ത്, മരുപ്പച്ചകൾ എന്ന് വിശേഷിക്കപ്പെടുന്നത്. പ്രകൃതിദത്ത നീരുറവകളാലോ അല്ലെങ്കിൽ മറ്റ് ഭൂഗർഭജല സ്രോതസ്സുകളാലോ മരുപ്പച്ചകൾ രൂപപ്പെടുന്നത്. ഇവ ഓരോന്നും എന്താണ്, വലുപ്പത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനിയാണ് അവിടുത്തെ കാലാവസ്ഥയാണ് പറയുന്നത്. ഓരോ ദിവസത്തെ കാലാവസ്ഥയാണ് ജസ്റ്റ് തന്നിരിക്കുന്നത്. ധാർ മരുഭൂമിയുടെ വേനൽക്കാലത്തുള്ള ഒരു കാഴ്ചയാണിത്. കണ്ടോ, മാർച്ച് മാസത്തോടെ ധാർ മരുഭൂമിയിൽ വേനൽക്കാലം ആരംഭിക്കുന്നു. വേനൽക്കാലം ചുട്ടു പൊള്ളുന്നതും വരണ്ടതുമാണ്. പടിഞ്ഞാറൻ രാജസ്ഥാനിലെ ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിലെ കൂടിയ ദൈനിക താപനില 40 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുന്നു. ഈ കാലയളവിലാണ് അന്തരീക്ഷാർദ്രത തീരെ കുറവാണ്. അപ്പോൾ വരുന്നതാണ് എന്ത്, ലൂം എന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റുകളും വേനൽക്കാലത്തിന്റെ പ്രത്യേകതയാണ്. ജൂൺ മാസത്തോടെ വേനൽക്കാലം അവസാനിക്കും. അപ്പൊ ലൂ എന്ന് പറയുന്നത് ധാർ മരുഭൂമിയോട് ബന്ധപ്പെട്ട് വീശുന്ന ഉഷ്ണക്കാറ്റാണ് എന്ത്, ലൂ എന്ന് പറയുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് ധാർ മരുഭൂമിയിൽ എന്ത് നടക്കുന്നത്, മഴക്കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് മഴയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിലും താരതമ്യേന വളരെ കുറഞ്ഞ വാർഷിക മഴയാണ് ഇവിടെ ലഭിക്കുന്നത്. ആരവല്ലി നിരകളുടെ ഏകദേശം 76.2 സെന്റിമീറ്റർ വാർഷിക മഴ ലഭിക്കുന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് ധാർ മരുഭൂമിയുടെ പ്രദേശത്ത് ഏകദേശം 25 സെന്റിമീറ്റർ ആണ്. അതിലും കുറവാണ് എന്ത്, വാർഷിക മഴ എന്ന് പറയുന്നത്. മഴ വളരെ കുറവാണെന്നാണ് പറയുന്നത്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നാണ്. ഒക്ടോബർ നവംബർ മാസങ്ങളാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് പറയുന്നത്. രാജസ്ഥാനിൽ മഴ ഗണ്യമായി കുറയുന്നു. ധാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ കാലയളവിൽ എന്താണ്, മഴ തീരെ ലഭിക്കില്ല. ഡിസംബർ മാസത്തോടെ ധാർ മരുഭൂമിയിൽ ശൈത്യകാലം ആരംഭിക്കുന്നു. ഈ കാലയളവിലെ ശരാശരി കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസിനും 10 ഡിഗ്രി സെൽഷ്യസിലും ഇടയിലായിരിക്കും. തെളിഞ്ഞ ആകാശം, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവ്, കുറഞ്ഞ ആർദ്രത, ഇളം കാറ്റ് എന്നിവ ശൈത്യകാലത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ധാർ മരുഭൂമിയിലെ ശൈത്യകാലത്തിന്റെ പ്രത്യേകതകളാണ് ഈ പറയുന്നത്. എന്താണ്, ശരാശരി താപനില എത്രയായിരിക്കും, 5 to 10 ആയിരിക്കും. അവിടെ എന്തുണ്ട്, തെളിഞ്ഞ ആകാശമായിരിക്കും, താഴ്ന്ന അന്തരീക്ഷ ഊഷ്മാവായിരിക്കും, കുറഞ്ഞ ആർദ്രതയായിരിക്കും, ഇളം കാറ്റുണ്ടാകും. ബിക്കാനൂർ, ഇനി ജനുവരിയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അതിശൈത്യം അനുഭവപ്പെടുന്നത്. ബിക്കാനീർ, ചുരു, സിക്കാർ തുടങ്ങിയ പ്രദേശങ്ങളിലും രാത്രി താപനില പലപ്പോഴും എന്താണ്, 0 ഡിഗ്രി സെൽഷ്യസിലും താഴെയായിരിക്കും. ഓക്കെ, ഫെബ്രുവരിയോടുകൂടി അവിടുത്തെ ശൈത്യകാലം അവസാനിക്കുകയും ചെയ്യും. ഇനിയാണ് അവിടുത്തെ മണ്ണിനത്തെ പറ്റി പറയുകയാണെ. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ നമ്മൾ എല്ലാ ക്ലാസ്, അതായത് ഇപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയാണെങ്കിലും ഉത്തരമഹാസമുദ്രം, ഉത്തരപർവ്വത മേഖല എല്ലാം പഠിക്കുമ്പോഴും നമ്മൾ ഓരോ പ്രദേശത്തെയും മണ്ണും മണ്ണിനങ്ങളും കാലാവസ്ഥയും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. മരുഭൂമി മണ്ണ് നോക്കാം. ധാർ മരുഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും അതിവിശാലമായ മണൽപ്പരപ്പുകളാണ്. എന്നാൽ ചിലയിടങ്ങളിൽ മണൽ നിറഞ്ഞ മണ്ണും കാണപ്പെടാറുണ്ട്. മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണെന്നാണ് ഈ മണ്ണിനും അറിയപ്പെടുന്നത്. പ്രധാനമായും തവിട്ട് നിറവും മണൽ ഘടനയുള്ളതുമാണ് മരുഭൂമി മണ്ണ്. ഉയർന്ന താപനിലയും വരണ്ട കാലാവസ്ഥയും ഉള്ളതിനാൽ ബാഷ്പീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നു. ഇതിനാൽ ഈ മണ്ണിൽ ജലാംശം വളരെ കൂടുതലാണ്. ഇവിടെ മഴ കുറവായതിനാൽ മണ്ണിന് ക്ഷാരഗുണമുള്ളതാണ്. പൊതുവെ ഈ മണ്ണ് ഭൂരിഭാഗം വിളകൾക്കും അനുയോജ്യമല്ല. എന്നാൽ വേണ്ടത്ര അളവിൽ നന കിട്ടിയാൽ എന്ത് ചെയ്യുന്നുണ്ട്, പലയിടങ്ങളിലും ഈ മണ്ണിനും ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യാൻ പറ്റും. അപ്പൊ മരുഭൂമി മണ്ണ് അഥവാ വരണ്ട മണ്ണ് എവിടത്തെയാണ്, നമ്മുടെ മരുഭൂമിയിലേതാണ്. സസ്യജാലങ്ങൾ നോക്കാം. മാംസളമായ കാണ്ഡത്തോടു കൂടിയതും ഇലകൾ തീരെയില്ലാത്തതുമായ ധാരാളം മുള്ളുകൾ നിറഞ്ഞതുമായ കള്ളിമുൾ ചെടികൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നില്ലേന്ന്. ധാർ മരുഭൂമിയിലെ ഒരു പ്രധാന സസ്യവർഗമാണ് ഈ പറയുന്ന കള്ളിമുൾ ചെടികൾ. മുൾച്ചെടികളും കുറ്റിക്കാടുകളുമാണ് ധാർ മരുഭൂമിയിൽ പൊതുവെ വളരുന്ന സസ്യങ്ങൾ എന്ന് പറയുന്നത്. വരൾച്ചയെ പ്രതിരോധിക്കുന്ന ഗം, അറബിക് അക്കേഷ്യ, യൂഫോർബിയ,
തുടങ്ങിയ സസ്യങ്ങൾ ഈ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് കിഴക്കൻ കുന്നുകളിൽ വളരുന്നുണ്ട്. ഓക്കെ, ഇനിയാണ് അവിടുത്തെ ജന്തുജാലങ്ങൾ. എന്താണ്? മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒട്ടകം, അല്ലെ, ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മൃഗം എന്ന് പറയുന്നത്. ധാർ നിരവധി ഇനം പക്ഷികളുടെയും മൃഗങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ്. ഇവിടുത്തെ മൃഗങ്ങളും സസ്യങ്ങളും ധാർ മരുഭൂമിയിലെ കാലാവസ്ഥയെ അതിജീവിക്കാൻ പ്രാപ്തമായവയാണ്. നിരവധി ഉരഗങ്ങൾ എന്തൊക്കെയാണ്? തേളുകൾ, കീരി, ചുവന്ന കുറുക്കൻ, ചിങ്കാരന്മാർ, ഫാൽക്കൺ, പുള്ളിപ്പരുന്ത് എന്നിവ ധാർ മരുഭൂമിയിലെ എന്താണ് ജീവികളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ വേഗത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ബസ്റ്റാർഡ്, എന്താണ്? ഇന്ത്യൻ ബസ്റ്റാർഡ്, ബ്ലാക്ക് ബക്ക്, കാട്ടുപൂച്ച എന്നിവയും എവിടെയുണ്ട്? ഈ പറയുന്ന നമ്മുടെ മരുഭൂമിയിൽ, ധാർ മരുഭൂമിയിൽ കാണപ്പെടുന്നുണ്ട്. മണൽപ്പരപ്പിലെ ജനജീവിതം, അല്ലെ, എന്താണ്? ജനസംഖ്യ വളരെ ശുഷ്കമായ പ്രദേശമാണ് ഈ പറയുന്ന ധാർ മരുഭൂമി. ധാർ മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമാണ്. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ അനുഗുണമായ പ്രദേശങ്ങളിൽ മാത്രമാണ് എന്തുള്ളത്? ജനവാസമുള്ളത്. ജനങ്ങൾ കൂടുതലും അധിവസിക്കുന്നത് എവിടെയായിരിക്കും? ഗ്രാമങ്ങളിലാണ്. വളർച്ചയേറുമ്പോൾ പല ജനവിഭാഗങ്ങളും നാടോടികളായി അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മറ്റു പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാറുണ്ട്. ഇനിയാണ് അവിടുത്തെ കൃഷിയെ പറ്റി പറയുന്നത്. പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജസ്ഥാൻ മരുഭൂമി പ്രദേശത്ത് കൃഷിക്ക് അനുകൂലമായ സാഹചര്യങ്ങളല്ല ഉള്ളത്. എങ്കിലും വളർച്ചയ്ക്ക് ജലം മിതമായ അളവിൽ മാത്രം ആവശ്യമുള്ള വിളകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കൂടുതലായി കൃഷി ചെയ്യുന്നത്. എന്നാൽ ജലസേചന സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി സാധ്യമായ സ്ഥലങ്ങളിൽ വാണിജ്യ അടിസ്ഥാനങ്ങളിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്? ബജ്ര, ജോവർ, ഗോതമ്പ്, ചോളം, തിന, നിലക്കടല എന്നിവയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഇന്ദിരാഗാന്ധി കനാല്, അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ഫാക്റ്റ് ആണ്. ഇന്ദിരാഗാന്ധി കനാല് ചോദിക്കുന്നതാണ്, പലവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ദിരാഗാന്ധി കനാൽ രാജസ്ഥാനിലെ ധാർ മരുഭൂമിയുടെ ജലസേചനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന കനാലാണ് ഇത്, ഇന്ദിരാഗാന്ധി കനാൽ. രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെട്ടിരുന്ന ഈ പദ്ധതിക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയോടുള്ള ആദര സൂചകമായിട്ടാണ് ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പുനർനാമകരണം ചെയ്തത്. പഞ്ചാബിലെ എവിടെ നിന്നാണ്? പഞ്ചാബിലെ ഹരികെ ബരേജിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇന്ദിരാഗാന്ധി കനാൽ ശ്രീ ഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമീർ എന്നിവിടങ്ങളിലെ ജലവിതരണം ചെയ്യുന്നുണ്ട്. ഇന്ദിരാഗാന്ധി കനാൽ പടിഞ്ഞാറൻ രാജസ്ഥാനിലെ 8 ജില്ലകളിൽ കുടിവെള്ളം നൽകുന്നുണ്ട്. ഈ പദ്ധതിയിലൂടെ കാർഷിക ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. അതുപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെട്ടു. തീറ്റപ്പുല്ല് ലഭ്യത സംസ്ഥാനത്തിന്റെ മൃഗപരിപാലനത്തിന് മുതൽക്കൂട്ടായിട്ട് മാറി. അപ്പൊ എവിടെ നിന്നാണ് ഇന്ദിരാഗാന്ധി കനാൽ തുടങ്ങുന്നത്? പഞ്ചാബിലെ ഹരികെ ബരേജിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എവിടേക്കാണ്? ശ്രീ ഗംഗാനഗർ, ബിക്കാനീർ, ജയ്സാൽമീർ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ജലം വിതരണം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് മൃഗപരിപാലനം. മരുഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ വരണ്ടതോ അർദ്ധവരണ്ടതോ ആയതിനാൽ കൃഷി വളരെ കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങുന്നു. ഇനി എന്താണ്? അതിനാൽ മൃഗപരിപാലനം തൊഴിലാക്കുന്നവർ ഏറെയാണ്. രാജ്യത്തിന്റെ ആകെ കന്നുകാലി സമ്പത്തിന്റെ 10% എവിടെയാണ്? രാജസ്ഥാനിലാണ്. ആട്, എരുമ, ചെമ്മരിയാട്, പശു എന്നിവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ പ്രധാനപ്പെട്ട വളർത്തുമൃഗങ്ങളാണ്. അടുത്തതാണ് എന്ത്? ഖനനം. നമ്മുടെ നാട്ടിലെ മാർബിൾ ഷോപ്പുകൾ, അല്ലെ, എന്താണ്? കേരളത്തിൽ ഉപയോഗിക്കുന്ന മാർബിൾ ശേഖരത്തിൽ നല്ലൊരു പങ്കും എവിടെയാണ്? രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്നാണ്. നമ്മൾ കാണാറുണ്ട് രാജസ്ഥാൻ മാർബിൾസ് എന്നൊക്കെ പറഞ്ഞ്. രാജസ്ഥാനിലെ മക്രാന മാർബിൾ ലോക പ്രശസ്തമാണ്. മക്രാന മാർബിൾ, നോക്കി വെക്കണേ ഈ പേര്. ഓരോ വർഷവും അനേകം മെട്രിക് ടൺ മാർബിൾ ഇവിടെ ഖനനം ചെയ്യുന്നു. ലെഡ്, സിങ്ക്, വെള്ളി, ചെമ്പ്, ടങ്സ്റ്റൺ, മാംഗനീസ്, ഇരുമ്പ്, ജിപ്സം, ലിഗ്നൈറ്റ്, ഇരുമ്പ് കല്ല്, ചുണ്ണാമ്പ് കല്ല് തുടങ്ങിയ ധാതുക്കളുടെ ശേഖരവുമുണ്ട്. അതായത് മക്രാന പറയണമെന്ന് പറഞ്ഞ കണ്ടോ, നമ്മുടെ താജ്മഹൽ, ലോകാത്ഭുതമായ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ നിന്നുള്ള മക്രാന മാർബിൾ കൊണ്ടാണ്. ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണം. മക്രാന മാർബിൾ. രാജസ്ഥാനിലെ വിശാലമായ മരുഭൂമി ഒരു വരണ്ട പ്രദേശമാണ് എന്നതിനപ്പുറം ഇവിടുത്തെ പല ഗ്രാമങ്ങളും മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന വിദഗ്ധ തൊഴിലാളികളാൽ സമ്പന്നവുമാണ്. തുകൽ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിദ്ധമായി ഇവിടെ ഒട്ടകങ്ങളുടെ തോൽ ഉപയോഗിച്ച് ലാമ്പ് ഷെയ്ഡുകൾ, പൗച്ചുകൾ, പാദരക്ഷകൾ എന്നിങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. തുകൽ നിർമ്മിതമായ പരമ്പരാഗത നാടോടി സംഗീതോപകരണങ്ങളും ഇവിടെയുണ്ട്. അടുത്തതാണ് ഊർജ്ജ ഉൽപാദനത്തെ പറ്റിയാണ് പറയുന്നത്. ശക്തിയായി വീശുന്ന കാറ്റിനെ വൈദ്യുതിയാക്കി മാറ്റുന്ന കാറ്റാടി യന്ത്രങ്ങളുടെ ചിത്രം. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായി ഇത്തരത്തിലുള്ള ധാരാളം കാറ്റാടി പാടങ്ങൾ എവിടെയുണ്ട്? ധാർ മരുഭൂമിയിൽ പലയിടങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ എന്തുണ്ട്? സോളാർ പാനലുകൾ ഉപയോഗിച്ചും ധാർ മരുഭൂമിയിൽ വലിയ തോതിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
ഉപ്പ് കലർന്ന ജലം ശുദ്ധിയാക്കാനായിട്ടാണ് ഈ ഊർജ്ജം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു സാമ്പാർ, അവിടുത്തെ തടാകങ്ങൾ മിക്കതും എന്താണ്, ഉപ്പ് തടാകങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഉപ്പിനെ നമുക്ക് എന്ത് ചെയ്യണം, ശുദ്ധമാക്കാനാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതലായിട്ട് ഊർജ്ജം ഉപയോഗിക്കുന്നതെന്ന്. വിനോദസഞ്ചാരം. ഥാർ മരുഭൂമിയിൽ വിനോദസഞ്ചാരം ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ്. ഇവിടുത്തെ ദേശീയോദ്യാനം നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നുണ്ട്. ഹവാ മഹൽ, അജ്മീർ ഫോർട്ട്, ദിൽവാര ജൈൻ ക്ഷേത്രം, റണക്പൂർ ജൈൻ ക്ഷേത്രം തുടങ്ങിയവയാണ് പ്രധാന ആകർഷണീയ കേന്ദ്രങ്ങളാണ്. മരുഭൂമിയിലെ ടൂറിസം പ്രദേശവാസികൾക്ക് ധാരാളം തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ഒട്ടകപ്പുറത്ത് പ്രാദേശിക ഗൈഡുകളുമായി വിനോദസഞ്ചാരികൾ സഫാരി നടത്തുന്നത് ഇവിടുത്തെ പ്രധാന കാഴ്ചയാണ്. അപ്പൊ രാജസ്ഥാനിലെ ധാർ മരുഭൂമിയിലുള്ളതാണ് എന്തൊക്കെ, ഹവാമഹൽ, അജ്മീർ ഫോർട്ട്, അതേപോലെ തന്നെ ദിൽവാര ജൈൻ ക്ഷേത്രം, റണക്പൂർ ജൈൻ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത്. ഥാർ മരുഭൂമിയിലെ അതിരൂക്ഷമായ താപനിലയും അന്തരീക്ഷാവസ്ഥയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും അതിജീവനം ഒരുപോലെ ദുസ്സഹമാക്കുന്നു. താപനില വേനൽക്കാലത്ത് 50°C വരെ ഉയരുന്നത് വൻതോതിലുള്ള ജലക്ഷാമത്തിന് ഇടയാക്കുന്നതിനോടൊപ്പം മഴയുടെ അഭാവം, ശക്തമായ കാറ്റ് എന്നിവിടങ്ങളിലെ ജനജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതാകുന്നു. മികച്ച ഒരു റോഡ് ശൃംഖല മരുഭൂമികളിൽ സാധ്യമാകുന്നില്ല. കടുത്ത ചൂടിൽ ടാർ ഒരുകുകയും പലപ്പോഴും റോഡുകൾ കുറുകെ ശക്തമായ മണൽക്കാറ്റുകൾ വീശുകയും ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു. വാർത്താവിനിമയ സൗകര്യങ്ങളും ഇവിടെ അപര്യാപ്തമാണ്. ഇത്തരത്തിൽ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു ജനവിഭാഗം പ്രകൃതിയോടിണങ്ങി അതിജീവനം സാധ്യമാക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പൊ എന്താണ്, നമ്മൾ ഈ മരുഭൂമിയെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞിരുന്നത്. ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറെ ഫാക്ട്സ് എന്ന് പറയുന്നത്, മെയിൻ ആയിട്ട് പറയേണ്ടത് ആ ഒരു രാജസ്ഥാൻ ബാഗറും ആ ഒരു വ്യത്യാസങ്ങൾ, മരുസ്ഥലിയും രാജസ്ഥാൻ ബാഗറും പഠിക്കണം. പിന്നെ പഠിക്കേണ്ടത് ആ കല്ലുകളുടെ പേര് പഠിക്കണം. പിന്നെ ആ നോട്ട് ചെയ്ത് പഠിക്കാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ, പ്രത്യേകിച്ച് പഠിക്കണമെന്ന് പറഞ്ഞില്ലേ, കണ്ട ശൈത്യകാലത്തിന്റെ പ്രത്യേകത, അതേപോലെ മരുഭൂമിയുടെ പ്രത്യേകത, മരുഭൂമി എന്താണ്, 25 സെന്റിമീറ്റർ കുറവ് മഴ ലഭിക്കുന്നവയാണ് നമ്മൾ പൊതുവെ എന്ത് പറയുന്നത്, മരുഭൂമി എന്ന് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് ഇനി എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ടെക്സ്റ്റ് ബുക്ക്, ഈ ഒരു PDF കൂടി ഒന്ന് വായിച്ചു വിടുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയാൻ തീരസമതലവും കൂടി ഉണ്ട് ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെയുള്ളത് ഈ ചാപ്റ്ററിൽ ജോഗ്രഫിയിൽ വരുന്നത് എക്കണോമിക്സിന്റെ സെക്ഷനാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്